ഗിവ് അവേ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ നാടുണ്ടോ? സ്വന്തമായിട്ട് ചെയ്തൂടെ? ഇത് ചെക്കന്മാരെ വിളിച്ചു വരുത്തി പറ്റിക്കല്ലേ? ഞാൻ അവിടെ നിൽക്കുമ്പോ വെട്ടുകളാണ് വന്നത്. എനിക്കൊന്ന് പണ്ടാണ് ഏതെങ്കിലും സാധു മനുഷ്യത്ത് കൊടുക്കണം എന്നൊക്കെ എന്തുമാരെ ഇടയിൽ ചേർന്ന് ചാടി വന്ന ഞാൻ ചെയ്യാനും കരയാനും തുടങ്ങി. വിശ്വസിക്കണം. എടാ അജോ എനിക്കൊന്നും വിശ്വസിക്കൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കുവോ? അവന്മാരെ ഞാൻ വിളിക്കുവോ? അമ്മ സത്യം, അമ്മ സത്യം, ചന്തു അച്ഛൻ സത്യം, നീയാണേ സത്യം. ഇല്ല ഇന്നത്തെ പക്ഷെ ഓർക്ക് കൊടുക്കാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. അനക്കന്റെ വയ്യേ? പനിയാ? പനിയാണോ? എന്തൊക്കെയോ തൊണ്ടവേദന എന്തൊക്കെയോ. ഒരു ഐസ്ക്രീം കഴിക്കൊക്കെ ശരിയാവും. ഒരു ഐസ്ക്രീം കഴിക്കൊക്കെ ശരിയാവുന്നത്. ശരിയാവും. ചിക്കു പണി നിർത്തി, ഈ പണിക്കൊന്നും പോണ്ട. യൂട്യൂബറിലൊരു വേഷം മാറി വന്നാലോ വലിയ തലേക്കോണം മുണ്ടൊക്കെ 500 രൂപ. എന്നിട്ട് അവന്മാർക്ക് പൈസ കൊടുത്തോ? പക്ഷെ അവര് പറയാണ് എന്റെ അടുത്ത് പോവാൻ നേരത്തെ എന്നാ ചിക്കു ഇത് കയ്യിൽ വെച്ചു സാറുണ്ടായിരുന്നു വേണ്ട കയ്യിൽ വെച്ചോന്ന്. ഞാൻ സമ്മതിക്കില്ല. 500 രൂപ തരുമോ കടായിട്ട്? മേലോട്ട് നോക്കൂ, മാനത്തിന് മൈന ഒരു മാറ്റമില്ല. ചിക്കു ഫെവിക്കോളിന്റെ പേരൊന്ന് എഴുതോ? അങ്ങനെയല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് 10ഉം 20ഉം ഞാൻ അപ്പോഴും പറഞ്ഞല്ലോ ഈ പണ്ടാരത്തിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്യേണ്ടത്. ഇതിനെ കയറ്റി വിടേണ്ട ആവശ്യമില്ല. ചിക്കൻ നെയ് മീറ്റിംഗ് ചലഞ്ചിലിടോ? ചിക്കോ ശ്രീമോള അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുമ്പോ ഒരു ദിവസം കാറിൽ വരുമ്പോ വിസിലിങ്ങനെ ഊതല്. ഈ പണ്ടാറ കാലത്ത് ഓരോ തേങ്ങ പറ്റിക്കാനായിട്ട് ഇട്ടേക്കാത്. എന്നാ ശരി, ബൈ. അമ്മ വരാം. ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയാട്ടോ. സുവച്ചൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. മക്കൾ ഇക്ഷ ഞാൻ വരപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഈ വീഡിയോ എന്താ അറിയോ, നമ്മളെ കൊപ്രേൻ്റെ വില, കൊപ്ര വരെ ഇവിടെ പാക്കിൽ കിട്ടും, പക്ഷെ അതിൻ്റെ വില കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തത് കടയിൽ പോയപ്പോൾ. അടുത്തത് മിഠായി കടയിൽ പോയി നന്ദ മിഠായി ചോദിച്ചപ്പോൾ സുവച്ചൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മിഠായി അല്ല മുളക് പൊടി നിറച്ചതാണെന്ന്. മുളക് പൊടി 9 years. മുളക് പൊടിയാണ് സ്പൈസി എന്ന് പറഞ്ഞാൽ എരിവാണ്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇത് 9 years ആണ്. കണ്ടോ അവിടെ 9 എഴുതിണ്ട് അവിടെ. കണ്ടോ ഈ എഴുതി വേഗം ഏതാണെങ്കിലും മതി. ഇനി കുറച്ച് നേരം നന്ദ എന്താ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി. തക്കാളി ജ്യൂസാണെന്നോ? ജ്യൂസി ആണെന്നോ? എന്തായി പറയണേ? എന്താ എനിക്ക് മനസ്സിലായില്ല. തക്കാളി ജ്യൂസാണെന്നോ? സഫാരിയോ? കെൻസാണ് പക്ഷെ ദൂരെയാണെന്ന്. തോയിയാണെന്നോ? ആ ആ നടക്ക്. എന്താ പറയണെന്ന് മനസ്സിലാവില്ല. തക്കാളി ജ്യൂസ് ആണെന്നോ? നടക്ക്, വാ നടക്ക്, വായോ, വാ പോവാം. ഇതാർക്കൊക്കെ കയ്യിലുള്ള സാധനങ്ങള്? ആർക്കൊക്കെയാ? നീ അവിടെ നിന്ന് കൊടുത്താ മതി.
ചേട്ടൻ ബില്ലടിക്കുകയാണെന്ന്. ചേട്ടൻ അവിടെ ബില്ലടിക്കുകയാണ്. അത് ചേട്ടനോട് ചോദിച്ചു നോക്ക്. നീ എന്താ നോക്കുന്നേ? അവള് നോക്കുന്ന എന്താ അറിയോ സു? കുട്ടീനെ പറ്റിച്ചു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എന്താ പരിപാടി? 36 റിയാലിന്റെ 18 റിയാലിന്റെ ഊക്കും പിന്നെ നാട്ടുകാർക്ക് മൊത്തം. ഓളെ ഫ്രണ്ട്സ് അല്ലേ? നൈസായിട്ട് കുട്ടീനെ പറ്റിച്ചിട്ടോ. എത്ര 1.50 സാധനം കൊടുത്ത് പറ്റിച്ചു. 2.25 സാധനം കഴിച്ച് പറ്റിച്ചു. അമ്മയ്ക്കൊന്ന് തരുമോ? ഒന്ന് മതി. താങ്ക് യു. എരുള്ളത് ആർക്കാ? എല്ലാം ഓറഞ്ച് ഫ്ലേവർ നോക്കിയിട്ട് കിട്ടിയില്ല, അതാണ്. നന്ദയ്ക്ക് മാത്രമേ എരിവില്ലാത്തത് അല്ലേ? ഓരോ സാധനം നന്ദ വേണമെന്ന് പറയുകയാണ് ഇങ്ങനെ. അപ്പം വിദ്യ ചേച്ചി ഇല്ലേ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ വിദ്യ ചേച്ചി പറയുന്നതാണ്. വിദ്യ ചേച്ചി കുട്ടികളോട്, അവർ സിംഗപ്പൂരിലാണേ, കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികൾ എന്ത് സാധനം പോയി വാശി പിടിച്ച് വാങ്ങിക്കണം, അതായത് വേണമെന്ന് പറയുമ്പോൾ വിദ്യ ചേച്ചി ചോദിക്കൂ ഇത്രേ, ഡു യു വാണ്ട് ഓർ ഡു യു നീഡ് എന്ന് ചോദിക്കുന്നത്. ആവശ്യമാണോ അതോ വേണമെന്നാണോ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ കുട്ടികൾ കുറെ നോക്കിയെടുക്കുന്നു. ഇനി ഈ നമ്പർ ഞാൻ അക്കുവിന്റെ അടുത്തൊന്ന് പ്രയോഗിച്ച് നോക്കുന്നുണ്ട്. കാരണം ഞാനത് അപ്പൊ കേട്ടപ്പോ തന്നെ ആ പോയിന്റ് ഞാൻ അങ്ങോട്ട് എടുത്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അക്കുവാണ് എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അക്കുവിനോട് ഈ ചോദ്യം ചോദിക്കണം, ഡു യു വാണ്ട് ഓർ ഡു യു നീഡ് എന്ന്. അതൊന്ന് പയറ്റി നോക്കണം നീ അക്കുവിന്റെ അടുത്ത്. ഇവളടുത്ത് ചോദിക്കാനായിട്ടില്ല. ഇവള് പറയും നീഡുമാണ് വാണ്ടുവാണെന്ന് പറയും. എടുത്ത് കൈ കൊടുക്കുക, അങ്ങനെ ഇടാൻ പാടില്ല. അന്നെ കൊണ്ടുപോയാല് അനക്ക് ആവശ്യമില്ലാത്ത സാധനം ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാൾക്കൊരു ഷോപ്പിങ്ങിന് പോവാണ്ട്. നമുക്കൊരു പാഠം പറഞ്ഞു തരാണ്ട്. നമുക്കെന്താ ഈ എന്നോട് പാനഡോള് കൊണ്ടുവരാൻ പറഞ്ഞോ? ആ, ഇതെന്താ അയ്യോ എന്റെ കോലം? പൗഡറിലും അങ്ങോട്ട് കിടന്ന് കുളിച്ചേക്കേ. ആ കൈ എപ്പോഴും ഇങ്ങനെ മൂർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. എടാ ആയോ ഓറഞ്ച് ഫ്ലേവർ അവിടെ ഇല്ലായിരുന്നു ആയോ, അതുകൊണ്ടാണ് കേട്ടോ. ഒറ്റ ഓറഞ്ച് ഫ്ലേവർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി രണ്ടും മിന്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയി തെരഞ്ഞു നോക്കി. ഷെയർ ചെയ്യ ആയുനും കൂടെ ഷെയർ ചെയ്. ആ ഷെയർ ചെയ്താ മതി. നീ സുഭാഷേട്ട അവിടെ ഉണ്ട്, നമുക്ക് മാറിയോ? അജുവിന് പനിയും ജലദോഷവുമാണ്. ക്ലീൻ അല്ല, അത് പൗഡറാണ്. ഓ വെളുത്തല്ലേ, ഓനൊന്ന് വെളുത്തല്ലേ സു, അതിനെന്താ അല്ലേ? ഈ സുവച്ചന് വെളുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒന്നല്ലേ? ഇതെന്തിനാ ഈ പൗഡർ ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചേ? ആയിട്ടില്ല. ഉണങ്ങിയില്ലടി പൊട്ടത്തിയെ, ഉണങ്ങിയോ?
ഇനി എന്റെ കാലൊന്ന് ഊതി തരൂ. എന്റെ കാലൊന്ന് ഊതി തരൂ. സോ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടോ? ഉള്ളാട്ടിരിക്കുന്നത് അവൻ ചോദിച്ചോക്കെ ഓടിയെ കൂടെ ഇതിനെ കുടിച്ച് ഊതി തരുമോ ചോദിക്കണേ. മോക്ക് മാത്രമേ ഊതി കൊടുക്കൂ. അജോ അജോ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവൂടാ? ഉറങ്ങിയിട്ടുണ്ടാവോ? എന്റെ കാലം ഊതി തരാൻ ഇവിടെ ആരും ഇല്ലേ? ശ്രീമോളൊക്കെ ഊട്ടസ് ഉണങ്ങിയില്ല, ഒന്ന് ഊതി കൊടുക്കുക വയ്ക്കാൻ വേണ്ടിയിട്ടാ. ശ്രീമോളൊക്കെ ഊട്ടസ് ഉണങ്ങിയിട്ടില്ല, ഒന്ന് ഊതി കൊടുക്കുക വയ്ക്കാൻ വേണ്ടിയിട്ടാ. എന്താ പറയുക, അച്ഛനെ വിളിച്ചാൽ രണ്ടാളെ കൂടി ആവേണ്ട വിചാരിച്ചിട്ടാ. നിങ്ങളുടെ രണ്ട് തടി ഈ കാല് ഇന്റെ മേലെ ഇരിക്കുന്നുള്ള ഓർമ്മ വേണം കേട്ടോ. കേട്ടോ, അന്റെ കൂട്ടസന്റെ അച്ഛൻ ഊതി തന്നില്ലേ? അമ്മേന്റെ അച്ഛപ്പ നെൽമ്പൂരല്ലേ? എന്റെ അജു ബോധം എന്ന് പറയുന്ന ഒരു സാധനല്ല. അജു താക്കണ് ബനിയൻ തിരിച്ചിട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടത്തെ ഓരോ അവസ്ഥ.